പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 4ാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം 2-ലെ 6ാമത്തെ യൂണിറ്റിലെ ഗാന്ധിത്തൊടൽമാല എന്ന കവിതയാണ്. ഗാന്ധിത്തൊടൽമാല. തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ നനുത്ത തോളിൽ തൊട്ടു ഞാനുമ്മ, കടലുകര കയ്യേറുമാർ മനുഷ്യരാകെ ഇരമ്പിയാർത്തു, വൈക്കം ജെട്ടിയിൽ ബോട്ടെടുത്തു ഗാന്ധി വന്നുമ്മ, നാട്ടില് കാന്തി വന്നുമ്മ. ഗാന്ധി കാലു വച്ചു മണ്ണിൽ ശാന്തി വിത്തു തരിച്ചു, 2 പല്ലു പോയ മോണ സൂര്യൻ ചിരിച്ചു, വിത്തു പൊട്ടിച്ചെടിയായി വൈക്കമൊരു വാടിയായി, നോക്കി നിൽക്കേ എന്തു മായം പൂത്തുലഞ്ഞുമ്മ, കാന്തി പൂത്തുലഞ്ഞുമ്മ. തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ തിളങ്ങുമുയിരിൽ തൊട്ടു ഞാനുമ്മ, ഗാന്ധി കേറി തുറന്ന കാറിൽ കൂടി ഞാൻ പിന്നാലെ ജോറിൽ, വള്ളി പോലെ പടർന്നു കാറിൻ വക്കിൽ ഞാനുമ്മ, വന്മലയിൽ മുകിൽ കീറ് വീണു പെയ്യും പോലെ, വൻകടലിൽ നീർച്ചാല് വന്നു ചേരും പോലെ, തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലിഴ ചേർന്ന ഖൽബിൽ തൊട്ടു ഞാനുമ്മ, പിന്നൊരു നാളിന്ത്യ 2 തുണ്ടായി, കാന്തിയോടപരകാന്തി ചേർന്നതിൽ മിന്നലുണ്ടായി, തൊട്ടടുത്തു നിന്നു പാഞ്ഞു 3 തീയുണ്ട, മുട്ടിലൊന്നു നിന്നു പിന്നെ വീണുപോയിന്ത്യ. അൻവർ അലി രചിച്ച ഈ കവിത ഗാന്ധിജിയുടെ ജീവിതവും അദ്ദേഹം ഭാരതീയർക്ക് നൽകിയ വെളിച്ചവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം രാജ്യത്തുണ്ടാക്കിയ ആഘാതവും വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നു. വൈക്കം സത്യാഗ്രഹം പോലുള്ള സമരങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ സാധാരണക്കാരായ ജനങ്ങൾ എത്രമാത്രം സ്നേഹത്തോടെയും ആവേശത്തോടെയുമാണ് സ്വീകരിച്ചതെന്ന് കവിത കാണിച്ചു തരുന്നു. ഗാന്ധിജിയെ ഒന്ന് തൊടാൻ പോലും ആഗ്രഹിക്കുന്ന സാധാരണക്കാരുടെ പ്രതിനിധിയായി കവി ഇവിടെ മാറുന്നു. അദ്ദേഹം നടന്ന വഴികളിലെല്ലാം സമാധാനത്തിൻ്റെ വിത്തുകൾ പാകി. ആഡംബരങ്ങളില്ലാതെ പല്ലുപോയ മോണ കാട്ടിച്ചിരിക്കുന്ന ഗാന്ധിജി സാധാരണക്കാരിലും സാധാരണക്കാരനായി ജനങ്ങൾക്കിടയിൽ ജീവിച്ചു. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ അദ്ദേഹത്തെ സ്നേഹിച്ചു. കവിതയുടെ അവസാന ഭാഗം വളരെ വേദനാജനകമാണ്. ഗാന്ധിജി വെടിയേറ്റു വീണത് വെറുമൊരു വ്യക്തിയുടെ മരണമായല്ല, മറിച്ച് ഭാരതത്തിൻ്റെ തന്നെ തകർച്ചയായാണ് കവി ചിത്രീകരിക്കുന്നത്. വീണുപോയിന്ത്യ എന്ന പ്രയോഗത്തിലൂടെ ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച മതേതരത്വവും സ്നേഹവും സമാധാനവും ആ വെടിയുണ്ടേറ്റ് തകർന്നു എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. സ്നേഹത്തിലൂടെയും അഹിംസയിലൂടെയും ഇന്ത്യയെ ഒരുമിപ്പിച്ച മഹാത്മാവിനോടുള്ള ആദരവും അദ്ദേഹത്തിൻ്റെ വിയോഗം വരുത്തിവെച്ച തീരാ നഷ്ടവുമാണ് ഈ കവിതയുടെ സന്ദേശം. പഠന പ്രവർത്തനങ്ങൾ നോക്കാം. കവിത താളമിട്ട് ചൊല്ലൂ എന്നതാണ് ആദ്യത്തെ പ്രവർത്തനം. കവിത വ്യത്യസ്തങ്ങളായ താളങ്ങളിൽ ഒറ്റയ്ക്കും കൂട്ടായും ചൊല്ലി പഠിക്കൂ. ഗാന്ധിവധം യഥാർത്ഥത്തിൽ ഒരാളെ കൊല്ലലല്ല, ഇന്ത്യയെ കൊല്ലലാണ്. ഇക്കാര്യം കവിതയിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? തൊട്ടടുത്തു നിന്നു പാഞ്ഞു 3 തീയുണ്ട, മുട്ടിലൊന്നു നിന്നു പിന്നെ വീണുപോയി ഇന്ത്യ എന്നാണ് കവി ഗാന്ധിവധത്തെക്കുറിച്ച് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിജിയുടെ വധം ഒരു വ്യക്തിയുടെ മരണമല്ല, ഇന്ത്യയുടെ വീഴ്ചയായാണ് കവി ആവിഷ്കരിക്കുന്നത്. ഗാന്ധിജിയെ കാണാൻ നിരവധി ആളുകൾ ഒരുമിച്ചെത്തി എന്നത് കവിതയിൽ എങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? ഇതുപോലുള്ള മറ്റു പ്രയോഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തൂ. കടലുകര കയ്യേറുമാറ് മനുഷ്യരാകെ ഇരമ്പിയാർത്തു എന്നാണ് ഗാന്ധിജിയെ കാണാൻ നിരവധി ആളുകൾ ഒരുമിച്ചെത്തിയെന്ന് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. കടലിൽ നിന്നും തിരമാലകൾ ആഞ്ഞടിക്കുന്നത് പോലെ ഗാന്ധിജിയെ കാണാൻ ജനങ്ങൾ കൂട്ടമായി എത്തി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വന്മലയിൽ മുകിൽ കീറ് വീണു പെയ്യും പോലെ,
വൻകടലിൽ നീർച്ചാല് വന്നു ചേരും പോലെ. ഇതും സമാനമായ പ്രയോഗമാണ്. ഗാന്ധി കാലു വെച്ചു മണ്ണിൽ ശാന്തി വിത്തു തരിച്ചു. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഗാന്ധിജിയുടെ കേരളത്തിലേക്കുള്ള വരവ് സ്വാതന്ത്ര്യസമര പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്നു. അവിടെ അഹിംസയുടെയും ഐക്യത്തിൻ്റെയും പുതുനാമ്പുകൾ പൊട്ടിമുളച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. അടുത്ത പ്രവർത്തനം നോക്കാം. വൻമലയിൽ മുകിൽക്കീറ് വീണു പെയ്യും പോലെ, വൻകടലിൽ നീർച്ചാല് വന്നു ചേരും പോലെ. ഇതുപോലെ അക്ഷരങ്ങളും വാക്കുകളും ആവർത്തിച്ച് ഭംഗി കൂട്ടിയ മറ്റേതെല്ലാം വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്താനാവും? തൊട്ടു ഞാനുമ്മ ഗാന്ധിയെ തൊട്ടു ഞാനുമ്മ, പട്ടുപോലെ നനുത്ത തോളില് തൊട്ടു ഞാനുമ്മ. ഗാന്ധി വന്നുമ്മ നാട്ടില് കാന്തി വന്നുമ്മ, വിത്തുപൊട്ടിച്ചെടിയായി വൈക്കമൊരു വാടിയായി. തൊട്ടടുത്തു നിന്നു പാഞ്ഞു മൂന്നു തീയുണ്ട, മുട്ടിലൊന്നു നിന്നു പിന്നെ വീണു പോയിന്ത്യ. ഈ വരികളിലെല്ലാം അക്ഷരങ്ങളോ വാക്കുകളോ ആവർത്തിക്കുന്നു. അത് കവിതയ്ക്ക് ശബ്ദഭംഗി നൽകുന്നു.